ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായക്കൊപ്പം നമുക്ക് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാവുന്നതാണ്. ഞാൻ വറുക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് അതേ കപ്പിന് തന്നെ 1 കപ്പ് നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാതെ തൈര് വേണം എടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ റവയും തൈരും ഒക്കെ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാത്ത നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലൂസിലാണ് ഉള്ളത്. ഈ ഒരു ലൂസിലാണ് കലക്കി വെക്കേണ്ടത്. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് റവയെല്ലാം കുതിർന്നിട്ട് കുറച്ചൊന്ന് തിക്കായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള 2 പൊട്ടാറ്റോ വേവിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കനെല്ലാം വേണമെങ്കിൽ ചിക്കനെല്ലാം വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഫില്ലിംഗ് ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫില്ലിങ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നമ്മളിത് റെഡിയാക്കാനായിട്ട് എടുക്കുന്ന ഗ്ലാസ്സോ കപ്പോ എന്താണോ എടുക്കുന്നത് അതിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണം ഈ ഒരു ഫില്ലിങ് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് വലിയ കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങളിത് റെഡിയാക്കുക. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് എന്തായി നോക്കാം. 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കലക്കി വെക്കുമ്പോൾ നല്ല ലൂസിലാണ് ഉണ്ടായത്. ഇപ്പോൾ റവയെല്ലാം കുതിർന്ന് അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ജീരകം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, ഫസ്റ്റ് തന്നെ ചേർക്കണ്ട. അങ്ങനെ സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കപ്പിലാണോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് ആ ഒരു കപ്പിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ 3 അത്യാവശ്യം വലിയ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കലാണ് നല്ലത്. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ കപ്പ് എടുത്തത്. പിന്നെ കപ്പിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഇതുപോലെ കപ്പിന് 1/4 കപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ചെറിയ കപ്പാണെങ്കിൽ ഫില്ലിംഗ് ഉരുട്ടിയെടുക്കുമ്പോൾ ചെറുതായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് മാത്രം വീണ്ടും മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് കുത്തി നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട. അങ്ങനെയാകുമ്പോൾ ഇത് വേവുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരും. എന്നിട്ട് പിന്നെ ആ ഒരു ബാറ്റർ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ കപ്പെല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 15-20 മിനിറ്റ് ആവും ഇത് സ്റ്റീമായി കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ കപ്പായതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചെറിയ കപ്പൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടിക്കോളും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് വേവാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് എടുക്കുക. അങ്ങനെ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ. ഓയിൽ സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ വേഗം തന്നെ കിട്ടിക്കോളും. അങ്ങനെ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിക്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ആ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ചെറിയ തീയിൽ വെക്കുക, തീ കൂട്ടി വെക്കരുത് കേട്ടോ, അന്നേരം ആ മുളകെല്ലാം ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു സ്നാക്കെല്ലാം ഉരുട്ടി എടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു മസാല ആക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഒരെണ്ണം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്ലാസ്സിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഗ്ലാസ്സിൽ നിന്ന് എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യുക. അപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഓയിലും വെളിച്ചെണ്ണയൊന്നും പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്യണ്ട. വേവിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു എരിവൊക്കെ മുകളിലുണ്ടാകുമ്പോൾ. അങ്ങനെ ഉരുട്ടി എല്ലാ ഭാഗത്തും മസാലയെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചായക്കൊപ്പമോ ബ്രേക്ക്ഫാസ്റ്റായോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.